ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഇന്ന് എനിക്ക് നല്ല അടിപൊളി ടൈഗർ പ്രോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് തവ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ടൈഗർ പ്രോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തലയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ക്ലീൻ ചെയ്യാറുള്ളത് ഇതിൻ്റെ തലയുടെ ഭാഗത്തുനിന്ന് കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഈ കാലും കട്ട് ചെയ്ത് കളയും. തലയുടെ ഭാഗത്ത് കുറച്ച് അഴുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ആ അഴുക്കൊന്ന് വലിച്ച് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ഒന്ന് ഇതേപോലെ കത്തിക്ക് ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് വലിച്ച് കളയാം. നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിള്ളിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക കയറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. പിന്നെ വാലിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ ഒന്ന് കത്രികയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാലും വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ടൈഗർ പ്രോൺസിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വാല് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു വലിപ്പമൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തലയും വാലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുതുകത്ത് ഒരു ചെറിയൊരു കുടൽ പോലെയും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കത്തിക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വലിച്ചു കളയുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ആട്ടോ ടൈഗർ പ്രോൺസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പോൾ ഈ വലിയ ടൈഗർ പ്രോൺസിൻ്റെ ആ നീല നിറത്തിലുള്ള ആ വലിയ കാലൊന്നും നമ്മൾ കളയില്ല കേട്ടോ. അത് നമ്മൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്യും, അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ടൈഗർ പ്രോൺസും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ തവ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മസാലയിലാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് മസാല കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ള ടൈഗർ പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് മസാലയിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഈ മസാലയൊക്കെ നമുക്ക് പ്രോൺസിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയതാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യം നമുക്ക് ടൈഗർ പ്രോൺസൊക്കെ മസാലയിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മറച്ചു കൊടുക്കാം. വലിയ ടൈഗർ പ്രോൺസ് ആയതുകൊണ്ടും നമ്മൾ തലമേലേക്ക് ആ ഷെല്ല് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ടും നമുക്ക് ഓരോന്നും ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട് വെക്കണം. ഞാൻ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 1-2 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ടൈഗർ പ്രോൺസൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഈ ടൈഗർ പ്രോൺസിന് പിടിക്കാനുള്ള മസാല മാത്രമേ പുരട്ടി കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുറച്ച് മസാല കൂടി നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ടൈഗർ പ്രോൺസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈഗർ പ്രോൺസ് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ചൂട് കയറി കഴിയുമ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് ഒക്കെ ചെറുതായിട്ട് ഒന്ന് വളങ്ങി വരും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ബാംബൂ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈർക്കിളിയോ അങ്ങനെയൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ തന്നെ നിൽക്കും. ഇതിപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അധികം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഒന്ന് ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ. ഇടയ്ക്കൊന്ന് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലുതായതുകൊണ്ട് ഉള്ളിലോട്ടൊക്കെ ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ തവ ഞാൻ വാങ്ങിച്ചത് മധുരയിലുള്ള സിക്കന്ദ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഹസ്ബൻഡിന് മധുരയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ വാങ്ങിപ്പിച്ചതാണ്. ഞാൻ തവ, സ്കില്ലറ്റ്, കടായി ഒക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചട്ടിയൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ സിക്കന്ദ ഷോപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നമ്മൾ അത് വെയിറ്റ് അനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്നാലും നോർമലായിട്ട് നമ്മൾ മേടിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിനെക്കാട്ടിയൊക്കെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും 100% ബെറ്ററാണ്. കാസ്റ്റ് അയൺ പാത്രങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രോൺസൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പ്രോൺസ് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഫ്രൈ ചെയ്ത ഓയിൽ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. നാടൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും ടേസ്റ്റ്. ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കേട്ടോ, സവാളയല്ല. ചെമ്മീൻ, ഞണ്ട്, മീനിനൊക്കെ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ചില റെസിപ്പികൾക്കൊക്കെ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേന്തിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ ചെമ്മീൻ വളർത്തുന്ന അത്രയും മുരിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഈ റെസിപ്പിക്ക് ഉള്ളി വേണമെങ്കിൽ കുറച്ചുകൂടി കനത്തിൽ അരിയാട്ടോ. ലാസ്റ്റ് അപ്പോൾ ഉള്ളി ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. ഞാൻ അരിഞ്ഞപ്പോൾ ഇച്ചിരി കനം കുറയ്ക്ക് പോയി. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചതച്ചമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സാധാരണ മൂപ്പിക്കാറുള്ള അത്രയും നമ്മൾ മൂപ്പിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ടൈഗർ പ്രോൺസ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ താളിച്ച മസാലയും ടൈഗർ പ്രോൺസൊക്കെ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ടൈഗർ പ്രോൺസ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തത്. ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടൈഗർ പ്രോൺസൊക്കെ ഭയങ്കര റബ്ബറി ആയി പോവും. പിന്നെ നമ്മൾ ഇതേപോലെ വഴറ്റിയും കൂടി വരുമ്പോൾ ആ ഒരു ജ്യൂസിനെസ് ഒക്കെ പോവും. അതുകൊണ്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് താളിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പാത്രവും ഈ താളിച്ച ചീനച്ചട്ടിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഈ ചട്ടിയും ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നത്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഏകദേശം ഒരു 1/4 ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ടൈഗർ പ്രോൺസിൻ്റെയൊക്കെ തലയൊക്കെ ഉടങ്ങി പോകാതെ പതുക്കെ ഇതേപോലെ ഒന്ന് ചട്ടകം കൊണ്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അരപ്പും ടൈഗർ പ്രോൺസൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ മസാലയുടെ പരിപാടി തീർന്നിട്ടില്ല. ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു പൊടിക്കൈ കൂടി ബാക്കിയുണ്ട്. ആ ഒരു പൊടിക്കൈയാണ് നമ്മുടെ ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലേവർ. അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസും നമ്മൾ താളിച്ചിട്ട ഉള്ളിയും ഒക്കെ നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മൂടിയിട്ട് ചെറിയ തീയിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലേവർ. അപ്പോൾ കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, വെറുതെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി, പൊടിയണ്ട. പച്ചക്കുരുമുളകാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ താളിച്ചിട്ടൊക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി ഇളക്കി മറിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇതേപോലെ മൂടി വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ, അധികം നേരം ഒന്നും വെച്ചിട്ടില്ല. ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കിയൊന്നും ചെയ്യില്ല. പ്രോൺസിൻ്റെ മുകളിലായിട്ട് കുരുമുളക് ഒന്ന് വെതറിയതിന് ശേഷം നമ്മൾ അങ്ങനെ തന്നെ മൂടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കുരുമുളകൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് കറി എടുക്കാൻ നേരത്ത് നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി എടുക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഇങ്ങനത്തെ കറിക്കൊക്കെ കുരുമുളകൊക്കെ അപ്പം തന്നെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊന്നും ഒട്ടും പോവില്ല. നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. അവിടെ വീട്ടിൽ അമ്മച്ചി കുരുമുളക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറച്ചിക്കറിക്കോ അങ്ങനത്തെ കറിക്കൊക്കെ മസാല ആയിക്കോട്ടെ അപ്പം തന്നെ ചെറിയ ഇടികല്ലിലിട്ട് ചതച്ചാണ് എടുക്കുന്നത്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇനി ടൈഗർ പ്രോൺസോ അല്ലെങ്കിൽ നല്ല വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് പ്രോസസ്സൊക്കെ കൂടുതലുള്ളൊരു റെസിപ്പിയാണ്, എന്നാലും ടേസ്റ്റും അടിപൊളിയാണ്. ഈ ടൈഗർ പ്രോൺസിൻ്റെയൊക്കെ കാല് വെച്ചിട്ടുള്ളത് അടുത്തൊരു റെസിപ്പി ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.